ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര കാളിമലയിലേക്കാണ്. തിരുവനന്തപുരത്ത് അമ്പൂരി എന്ന മനോഹരമായ ഗ്രാമത്തോട് ചേർന്ന് കിടക്കുന്ന ധാരാളം ഐതിഹ്യങ്ങളുള്ള ഒരു സ്ഥലമാണ് കാളിമല. സഹ്യപർവ്വതത്തിന്റെ ഭാഗമായ വരമ്പതി മലനിരയിലാണ് കാളിമല സ്ഥിതി ചെയ്യുന്നത്. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശം കൂടിയാണിത്. തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടേക്ക് എത്താം. ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഈ കാളിമല. കാളിമലയിലോട്ട് കയറാൻ നിലവിൽ 2 വഴികളാണ് ഉള്ളത്. കേരള തമിഴ്നാട് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കാളിമലയിലോട്ട് കയറാൻ പ്രത്യേകം വഴികളുണ്ട്. ഇതിൽ തന്നെ കേരളത്തിൽ നിന്ന് കയറുന്ന വഴി കുറച്ചുകൂടി ബുദ്ധിമുട്ടേറിയതാണ്. തമിഴ്നാട്ടിൽ നിന്ന് കയറുന്നതാണ് കുറച്ചുകൂടി എളുപ്പമുള്ള ട്രക്കിംഗ് റൂട്ടായി കരുതപ്പെടുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ കാളിമലയ്ക്കടുത്തുള്ള പത്തുകാണി എന്ന സ്ഥലത്തെത്തും. ഇവിടെ പാർക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. സോ നമ്മൾ സ്വന്തം വണ്ടിയിൽ വരികയാണെങ്കിൽ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്ത് ബാക്കിയുള്ള ദൂരം നടന്നു വേണം കയറാൻ. മലയുടെ അടിവാരത്ത് നിന്നും കാട്ടുവഴികളിലൂടെ ഏകദേശം 6 കിലോമീറ്റർ നടന്നു വേണം കാളിമലയിലെത്താൻ. ഇടയ്ക്കിടയ്ക്ക് വഴുക്കലുള്ള പാറക്കൂട്ടങ്ങളുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചു വേണം നടക്കാൻ. പ്രത്യേകം പാസോ ടിക്കറ്റോ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ ഒരു ദിവസത്തെ യാത്രയ്ക്ക് വളരെ മികച്ച ഇടമാണ് കാളിമല. മലയുടെ ഏറ്റവും മുകളിലെത്തിയാൽ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ചിറ്റാറും കേരളത്തിലെ നെയ്യാറിന്റെ കൈവഴികളും കാണാം. അതുമാത്രമല്ല, ദൂരേക്ക് നോക്കിയാൽ മറ്റു വിസ്മയങ്ങളായ കാളിപ്പാറയും കുനിച്ചിമലയുടെ ഭാഗങ്ങളും കൂടി കാണാൻ കഴിയുന്നു. വൈകുന്നേരം 5 മണിവരെ മാത്രമാണ് മലയുടെ മുകളിലോട്ട് പ്രവേശനമുള്ളൂ. ഏകദേശം 3 മണിക്കൂർ മുതൽ 4 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചെറിയ ട്രക്കിംഗ് ആണിത്. അതുപോലെ തന്നെ വളരെ മഴയുള്ള സമയത്ത് വരുമ്പോൾ പോലും നമുക്ക് അട്ടകളെ ഒന്നും ഇവിടെ നേരിടേണ്ടി വന്നില്ല. സോ അട്ടകളില്ലാത്ത ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് കാളിമല. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടിയിലധികം ഉയരത്തിലാണ് കാളിമല സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കാളിമലയും കുരിശുമലയും ഒരേ പർവ്വതനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. സഹ്യപർവ്വതത്തിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കാളിമല ദക്ഷിണ ഭാരതത്തിലെ തീർത്ഥാടന കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. മാത്രമല്ല, ഇത്രയും ഉയരത്തിൽ പൊങ്കാല അർപ്പിക്കുവാൻ സ്ത്രീകൾ എത്തുന്ന ഏക ഭഗവതി ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഭദ്രകാളി ക്ഷേത്രമാണ്. കാളിമലയ്ക്ക് പിന്നിൽ പല കഥകളാണ് കെട്ടുപിണഞ്ഞു കിടക്കുന്നത്. അതിലൊന്ന് അഗസ്ത്യമുനിയുമായി ബന്ധപ്പെട്ടതാണ്. അഗസ്ത്യമുനി ഇവിടെ തപസ് ചെയ്തിട്ടുണ്ട് എന്നാണ് കരുതിപ്പോരുന്നത്. അഗസ്ത്യമുനിയുടെ തപസ്സിൽ സന്തുഷ്ടനായ ധർമ്മശാസ്താവ് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുവത്രേ. തൽഫലമായി ഇവിടെ ഒരു ഉറവ രൂപം കൊള്ളുകയും അതിൽ നിന്ന് ഔഷധ ഗുണമുള്ള ജലം ഒഴുകി വരാനും തുടങ്ങി. കടുത്ത വേനലിൽ പോലും വറ്റാത്ത ഈ ഉറവയെ കാളി തീർത്ഥം എന്നാണ് ആളുകൾ വിശേഷിപ്പിച്ചിരുന്നത്. ഈ ഉറവയും ഇന്ന് അവിടുത്തെ പ്രധാന ആകർഷണം തന്നെയാണ്. കൊല്ലത്തിലൊരിക്കൽ പൊങ്കാല അർപ്പിക്കുന്ന ഇടം കൂടിയാണ് കാളിമല. പ്രാചീന കാലത്ത് നിർമ്മിച്ച ഒരു ക്ഷേത്രമാണ് കാളിമലയെ പ്രസിദ്ധമാക്കുന്നത്. പുരാതന ദ്രാവിഡ ശൈലിയിലാണ് ക്ഷേത്ര നിർമ്മിതി. ഇവിടെയുള്ള പ്രധാന ആരാധനാമൂർത്തി ഭദ്രകാളി ദേവിയാണ്. കൊല്ലത്തിലൊരിക്കൽ ചിത്ര പൗർണമി നാളിലാണ് പൊങ്കാല നടത്തുന്നത്. ഈ പൊങ്കാലയ്ക്ക് ഇവിടുത്തെ ഉറവയിൽ നിന്ന് ശേഖരിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കൂടാതെ ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ രാവിലെ പൂജയുമുണ്ട്. തലയെടുപ്പോടു കൂടി നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളും പച്ച പുതച്ച താഴ്വാരങ്ങളുടെ ഇടയിൽ ജലസമൃദ്ധമായി കിടക്കുന്ന ഡാമുകളും അഗസ്ത്യാർകൂടത്തിന്റെയും നിബിഡ വനങ്ങളുടെയും കാഴ്ചകളും കാളിമലയുടെ മാത്രം സവിശേഷതയാണ്. ഇവിടെ എത്തുന്ന ഓരോ ആളുകൾക്കും പുത്തൻ അനുഭവം പകരുക എന്നതിനപ്പുറം ശാന്തമായ അന്തരീക്ഷവും സമാധാനവും പകരുകയാണ് കാളിമല. അധികമാരും എത്തിപ്പെടാത്ത ഇത്തരം ഗ്രാമപ്രദേശങ്ങൾ ഇന്നും സംരക്ഷിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് പ്രധാന കാര്യം. തുടക്കത്തിൽ 2 കിലോമീറ്ററോളം ദൂരം നമുക്കൊരു ചെറിയ കയറ്റമാണ്. പണ്ട് ഈ വഴികളിലൂടെ ബൈക്കുകളെല്ലാം കടത്തിവിട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ വഴി വളരെ മോശമായതിനാൽ നമ്മൾ ഈ 2 കിലോമീറ്റർ നടന്നു വേണം കയറാൻ. ഭദ്രകാളി ക്ഷേത്രവും അതിനു ചുറ്റുമുള്ള സ്ഥലങ്ങളും നമുക്കിവിടെ കാണാൻ കഴിയും. നമുക്ക് ഇവിടെ നിന്ന് ഇനിയും കുറച്ചു ദൂരം കൂടി മുന്നോട്ട് പോകാനുണ്ട്. അപ്പോൾ മാത്രമാണ് കാളിമലയുടെ ഏറ്റവും മുകളിലെ ടോപ്പ് വ്യൂ കാണാൻ പറ്റുന്നത്. അത്യാവശ്യം മഴയും കോടയുമുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ കാളിമലയും കാണാൻ വന്നത്. കയറ്റങ്ങളും നിരപ്പായ പ്രദേശവും കൂടി കലർന്നതാണ് കാളിമല ട്രക്കിംഗ്. അതിൽ തന്നെ ഒരു ചെറിയ ഭാഗം കുറച്ച് ബുദ്ധിമുട്ടേറിയതാണ്. അവിടെ നമുക്ക് കയറാൻ വേണ്ടി കയറൊക്കെ ഇട്ടിട്ടുണ്ട്. സോ ഈ കയറിൽ പിടിച്ചു വേണം മുകളിലോട്ട് കയറാൻ. പലരും ഇതുവരെ വന്ന് തിരിച്ചു പോകുന്നതാണ് കണ്ടത്.
പക്ഷേ കുറച്ച് പേരൊക്കെ മുകളിലോട്ട് കയറി പോകുന്ന കണ്ടു. അതുകൊണ്ട് ഞങ്ങളും മുകളിലോട്ട് കയറി പോകാനാണ് തീരുമാനിച്ചത്. ഈ ഒരു ബുദ്ധിമുട്ടുള്ള കയറ്റം കഴിഞ്ഞാൽ പിന്നെയുള്ള വഴികളൊന്നും അത്ര പ്രശ്നമില്ല. പിന്നെയെല്ലാം ചെറിയ ചെറിയ പാറക്കൂട്ടങ്ങളാണ്. ഇതിന് ശേഷമുള്ള ഏറ്റവും ടോപ്പ് വ്യൂ അടിപൊളിയായിരുന്നു. കോടയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല ചുറ്റുമുള്ള എല്ലാ വ്യൂസും നല്ല അടിപൊളിയായിട്ട് കാണാൻ പറ്റും. എൻട്രി ഫീസൊന്നും ഇല്ലാത്തതിനാൽ നമുക്ക് കാളിമല ട്രക്കിംഗ് വളരെ ഈസി ആയിട്ട് അധികം ചിലവില്ലാതെ പോയി വരാൻ കഴിയുന്ന ഒരു ട്രക്കിംഗ് ആണ്. സോ ഇതൊക്കെയാണ് കാളിമല ട്രക്കിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. സോ ട്രക്കിങ്ങും അഡ്വഞ്ചറും എല്ലാം ഇഷ്ടപ്പെടുന്നവർക്ക് ഒട്ടും ചിലവില്ലാതെ പോയി വരാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രക്കിംഗ് ആണ് തിരുവനന്തപുരം ജില്ലയിലെ കാളിമല ട്രക്കിംഗ്.